ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹവും ഞാൻ ഇന്നലെ സാധിച്ചു. നമ്മൾ ഇന്നലെ ഒരു ക്യാമറ മേടിച്ചു. ശരിക്കും ഒരു DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് സാധിച്ചില്ല. നമ്മളൊരു ഗോപ്രോയാണ് എടുത്തത്. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു ബൈക്ക് എടുത്തതിന് ശേഷം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് റൈഡൊക്കെ പോകുമ്പോൾ ബൈക്കിൽ മൗണ്ട് ചെയ്യാൻ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എടുത്ത ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഗോപ്രോയുടെ ഹീറോ 9 ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അൺബോക്സ് ചെയ്താണ് നമ്മൾ ഇന്നലെ കിട്ടിയ ക്യാമറ ആണ്. അത് അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയതാണ്. ആ ഒരു അൺബോക്സിങ്ങും പ്ലസ് അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോൻ്റെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9 ബോക്സ്. നമുക്ക് ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഒരു ക്യാമറ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ സൈഡിലായിട്ട് തന്നെ എൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 20 MB ക്യാമറ, 5K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 4K 60 ഫ്രെയിമിൽ റെക്കോർഡ് ചെയ്യാം. 180pയിൽ 240 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 10 മീറ്റർ വരെ നമുക്ക് വിത്തൗട്ട് കേസ് നമുക്ക് വാട്ടറിൽ ഇറക്കാം. നമ്മൾ വാട്ടർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വോയിസിൽ കൺട്രോൾ ചെയ്യാം, സ്ലോ മോഷൻ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഡേറ്റ ഓവർലേ, ടൈം വാപ്പ്, 180pയിൽ നമുക്കിത് യൂട്യൂബിലൊക്കെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ. പിന്നെ സൂപ്പർ ഫോട്ടോ HDR മോഡ് ഉണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ. പിന്നെ വെബ് ക്യാമായിട്ടും ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഹൈപ്പർ സ്മൂത്ത് 3.0 സ്റ്റെബിലൈസേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് നല്ല പക്ക സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവർക്ക് ഗോപ്രോയുടെ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ആദ്യമായിട്ട്. നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാ ഈ ഒരു കേസിലാണ് നമുക്ക് ആ ഒരു ഗോപ്രോ വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് അതിൻ്റെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം തന്നെ. ഇപ്പോൾ ഒരു ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാമറ, അതിൻ്റെ കുറച്ച് ആക്സസറീസും കാണാം. ഇതിൻ്റെ ഇപ്പറയായിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും കാണാൻ പറ്റും. അതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിലെങ്ങനെ ക്യാമറയിൽ ബാറ്ററി ഇടണം, എങ്ങനെ ചാർജ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ 3 സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. എങ്ങനെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സൈറ്റിൻ്റെ ഒരു കാർഡുമാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ബോക്സിൽ വരുന്നത് നമ്മുടെ ക്യാമറയാണ്. ക്യാമറ ലാസ്റ്റ് എടുക്കാം. പിന്നെ അതിനകത്ത് വരുന്നത് Type-C കേബിളാണ്. ഒരു USB കേബിളാണ് വരുന്നത്. അഡാപ്റ്ററോ കാര്യങ്ങളൊന്നുമില്ല, ഒരു USB കേബിളാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. ഇതിൽ ഏകദേശം 1750 mAh ബാറ്ററി എങ്ങാണ്ടാണ് വരുന്നത്. 8നേക്കാളും കൂടുതലും mAh കാര്യങ്ങളും വരുന്നൊരു ബാറ്ററിയാണ്. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ബൈക്കിൽ മൗണ്ട് ചെയ്യാൻ പാകത്തുള്ളൊരു മൗണ്ടും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് വേണ്ടത്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ പ്രധാന സാധനം നമ്മുടെ ക്യാമറയാണ്. ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. ഗോപ്രോ ഹീറോ 9 ബ്ലാക്ക്. ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറ ജസ്റ്റ് പുറത്തെടുക്കാം. അപ്പോൾ ഈ ക്യാമറയുടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പൊളിച്ച് കളഞ്ഞാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ, കുഞ്ഞൻ ഗോപ്രോ ക്യാമറ. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇതുപോലത്തെ 2 സാധനമുണ്ട്. അതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രൈപോഡിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. ട്രൈപോഡിലും അതുപോലെ തന്നെ ബൈക്ക് മൗണ്ടിലൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം ഇപ്പോൾ വരുന്നത്. കണ്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്വിച്ച് കാണാൻ പറ്റും. അതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഒരു സൈഡിലായിട്ട് നമുക്ക് മോഡിൻ്റെ ബട്ടണുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ ബാറ്ററി ഇടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കണം. ഈ ഒരു സാധനം ഇതുപോലെ പിടിച്ച് വലിച്ചിട്ട് ബാക്കിട്ട് തള്ളിക്കഴിഞ്ഞാൽ ആ ബാറ്ററി ഇടുന്ന സാധനം ഓണായി വരും. എന്നിട്ട് ഈ ബാറ്ററി എടുത്ത് ഇതിൻ്റെ കിട്ടാൽ മതി. ജസ്റ്റ് ഇന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ തന്നെയാണ് SD കാർഡ് ഇടുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 128 GB ഒരു SD കാർഡ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ മൈക്രോ SD കാർഡ് ഇടാനും ബാറ്ററി ഇടുന്നത് ഇവിടെ തന്നെയാണ്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ബാക്കിട്ട് തള്ളിയാൽ മതി. ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ക്യാമറ ബാറ്ററി ഇടാൻ പറ്റും. ഇനി ജസ്റ്റ് നമ്മുടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ക്യാമറ ഓപ്പണായി വരും. ഓക്കെ, ക്യാമറ ഓപ്പണായി വരുന്നുണ്ടോ. ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലും ഒരു LED ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഇൻ്റർഫേസ്. ഓപ്പൺ ആക്കി വരുമ്പോൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ലെഫ്റ്റിലായിട്ട് റൈറ്റിലായിട്ട് സ്വൈപ്പ് ചെയ്ത് ടൈം ലാപ്സ് വീഡിയോ മോഡ്, അതുപോലെ തന്നെ അടുത്ത് ഫോട്ടോ മോഡ്, ഇങ്ങനെ 3 മോഡുകൾ ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ മോഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്കതിനെ പറ്റി വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കിവിടെ ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു സ്നെയിലിൻ്റെ ചിഹ്നം കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലോ മോഷൻ ആവുന്നതാണ് അർത്ഥം. 4x-ലും 8x-ലും വരെ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതിന് താഴെയായിട്ട് നമുക്ക് എന്ന് പറഞ്ഞൊരു സാധനം കാണാൻ പറ്റും. നിങ്ങളിൽ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഡായിട്ട് ഇപ്പോൾ നാരോയിലാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങളിത് കുറച്ചൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഇതിൽ 4 മോഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ആരോഗ്യം തന്നെ ഇതുപോലെ വരും. നിങ്ങൾക്ക് ആ ഒരു മോഡിൽ പോയി കഴിഞ്ഞാൽ ഇച്ചിരി വൈഡായിട്ട് കിട്ടും. കുറച്ചുകൂടെ മേളിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വൈഡാവും. വീണ്ടും മേളിട്ട് പോയി വൈഡാവും. നിങ്ങൾക്ക് ഇവിടെ ക്യാമറയിൽ കാണാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ.
അൾട്രാ വൈഡ് സൂപ്പർ വ്യൂ, നിങ്ങൾക്ക് നല്ല കട്ട വൈഡായിട്ട് ഈ ഒരു സാധനം കിട്ടും നിങ്ങൾക്കത്. അത് ഞാൻ വീഡിയോ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഫേസ് വെച്ച്. പിന്നെ ഇതിൽ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോയ്സ് റിഡക്ഷൻ, എക്സ്പോഷർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സാധനങ്ങളുണ്ട്. അതിൽ ജസ്റ്റ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ വിൻഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പർ ലൈറ്റ്, സൂം, ലെൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കണ്ടോ. നിങ്ങൾക്ക് ഇവിടെ അപ്പർ സ്ലോ മോഷൻ, ഡ്യൂറേഷൻ, ടൈമർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് കാണാൻ പറ്റും. അതിലെ പെൻസിലിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് റെസൊല്യൂഷനും FPS മാറ്റാനൊക്കെ പറ്റും. നിങ്ങൾക്ക് 5Kയിൽ 30 FPS-ലും 4Kയിൽ 60 FPS-ലും 2.7K നമുക്ക് 60 FPS-ലും 180p-ൽ നമുക്ക് 240 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ 5Kയിലോ 4Kയിലോ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, കാരണം അത് എഡിറ്റ് ചെയ്യാനുള്ള PC-യും കാര്യങ്ങളും നമ്മുടെ ഇല്ല. 4Kയിലൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള PC-യും വേണം. അതുകൊണ്ട് നമ്മൾ മിക്കവാറും 180p-ൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ തൽക്കാലം. പിന്നെ നമ്മുടെ ലെൻസിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ പോലെ ലെൻസ് നമുക്ക് സൂപ്പർ ഇതായിട്ട് കാണാൻ പറ്റും. പിന്നെ ആരമാണ് കിടക്കുന്നത്, അത് കുറച്ചും കൂടെ വൈഡാക്കി ഇങ്ങനെ 3-4 ഓപ്ഷൻ എടുത്തിട്ടുണ്ട് വൈഡാക്കാനായിട്ട്, അൾട്രാ വൈഡൊക്കെ ആക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ ഹൈപ്പർ സ്മൂത്താണ് വന്നിരിക്കുന്നത്. ഹൈപ്പർ സ്മൂത്ത് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. നമുക്കത് കാണിച്ചു തരാം ഞാൻ എന്തായാലും വീഡിയോയിൽ. പിന്നെ നമുക്ക് അതിൻ്റെ ഡ്യൂറേഷനും ടൈമറും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ എക്സ്പോഷർ, ബിറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ആകാനുള്ളത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ അതുപോലെ സിനിമാറ്റിക്, സ്ലോ മോഷൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെയുള്ള മോഡാണ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മോഡ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ക്യാമറ, ടൈം ലാപ്സ്, വീഡിയോ ആയിട്ട് മോഡ് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ബാറ്ററി ശതമാനം കാണിക്കാൻ പറ്റും. ഇവിടെ എത്ര ഫോട്ടോസ് എടുക്കാമെന്ന് കാണിക്കുന്നുണ്ട്. ഫോട്ടോസ് നാരായിട്ട് വേണോ അതോ എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തോളുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്യാമറയുടെ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ലെൻസ് നമുക്ക് കുറച്ചുകൂടെ വൈഡ് ആംഗിൾ ലെൻസ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. നമ്മൾ GoPro 8 ഒന്നും ഇല്ലാത്ത ഈ കാണുന്ന ഫ്രണ്ട് ക്യാമറ ഉണ്ടോ, നമുക്കിപ്പോൾ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ക്യാമറ വന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അടിപൊളിയായിട്ട് എത്രയൊക്കെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് കിട്ടുന്നുണ്ടെന്നൊക്കെ ഈ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറയുടെ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്തൊക്കെ ഓരോ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, ഞാനൊരു ക്യാമറ മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം 40,960 രൂപയാണ് ഒരു ക്യാമറയുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫൂട്ടേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 180p 60 FPS-ലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. വേറെ മൈക്കോ കാര്യങ്ങളൊന്നും എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി, ക്യാമറ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും എത്ര ക്വാളിറ്റി. ഞാൻ ഇപ്പോൾ നല്ല ലൈറ്റിലാണ് നിൽക്കുന്നത്, ഡയറക്റ്റ് സൺലൈറ്റാണ് നിൽക്കുന്നത്. 12 മണിക്കാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും. ജസ്റ്റ് വളഞ്ഞ് കാണിച്ചു തരാം. കണ്ടോ, അതാണ് ഒരു ക്യാമറയുടെ ക്വാളിറ്റി. ഞാൻ പ്രത്യേകിച്ച് മൈക്കോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു GoPro 9 വരുന്ന ഇൻബിൽഡ് ആയിട്ടുള്ളൊരു മൈക്ക് തന്നെയാണ് ഇതിപ്പോൾ വർക്ക് ആവുന്നത്. നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവിടെ കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ച് ബൈക്കിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഞാൻ കുറച്ചും കൂടെ വൈഡായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ 4 ഓപ്ഷൻ ഉണ്ട് വൈഡാക്കാനുള്ള, 4 നിങ്ങളെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത് കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ലെൻസ്. ഞാൻ അടുത്ത് ഇതിൻ്റെ ഓരോ വൈഡായിട്ടുള്ളതിന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ നാരോയ്ക്ക് മേലുള്ള വൈഡായിട്ടുള്ള ലെൻസ്. ഇനി അതിൻ്റെ മേളിൽ വൈഡായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡായിട്ടാണ് നിങ്ങൾക്കോട് കാണാൻ പറ്റും. എനിക്ക് ഫ്രണ്ടിൽ സ്ക്രീനുള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ്. കാരണം എൻ്റെ ബോഡിയുടെ ഇത്ര ശതമാനം കാണുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അറിയാൻ പറ്റും. കണ്ടോ, ഇനി ഒരു വൈഡും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ക്യാമറയുടെ സൂപ്പർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാടം മൊത്തം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അത്യാവശ്യം നല്ല വൈഡാണ്. നല്ല വൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നല്ല അടിപൊളി വൈഡാണ്. എല്ലാ വിഷ്വലും വരെ പക്കയായിട്ട് കിട്ടും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ വൈഡ് ആംഗിൾ എന്ന് പറയുന്നത്. മൊത്തത്തിൽ നാരോ മുതൽ വൈഡായിട്ട് കിട്ടുന്ന ആംഗിൾ. അവനോട് സ്ലോ മോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇനി സ്ലോ മോഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ് സ്ലോ മോഷനൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വൈഡ് ആംഗിൾ എടുക്കാം. ഞാൻ കാണിച്ചു തന്നാൽ എല്ലാ ആംഗിളും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ സാധാരണ നാരോ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ടേക്കാണ് ക്യാമറയിൽ. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പ്രശ്നം മനസ്സിലാവും. എനിക്ക് തന്നെ ഇവിടെ മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. ഇനി ഓടി നോക്കാം. കണ്ടോ, ഓടിയപ്പോൾ നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. നമുക്കിനി ഹൈപ്പർ സ്മൂത്ത് ഓൺ ആക്കിയിട്ട് സ്റ്റെബിലൈസേഷൻ ഇട്ടുകൊണ്ടൊന്ന് നടന്ന് ഓടി നോക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റെബിലൈസേഷനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്.
നടക്കുവാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. കുലുങ്ങലോ കാര്യങ്ങളോ ഒന്നും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം. ഞാൻ കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നല്ല രീതിയിൽ ഫോൺ കുലുങ്ങുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചില്ല കണ്ടോ. അപ്പം നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് വാട്ടർ ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മൾ ഈ കാണുന്ന വെള്ളത്തിയിട്ട് നമ്മുടെ ക്യാമറ ഒന്ന് മുക്കാൻ പോവാട്ടോ. ചെയ്യുമ്പോൾ നല്ലൊരു പേടിയുണ്ട് മുക്കാനായിട്ട്, എന്നാലും നമുക്കൊന്ന് മുക്കി നോക്കാം. അവിടെ ചെറിയ ചെറിയ പൊടിമീനുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് മുക്കി നോക്കാം അല്ലേ ക്യാമറ. തിണ്ട് ചിരിക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നത് കാര്യം പറഞ്ഞാൽ. നമ്മളിത് ക്യാമറ മുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ മുക്കാണ്. നമ്മൾ ക്യാമറ വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കിയിട്ടുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഉണ്ടോ, ഇതുവരെ വെള്ളത്തിൽ മുക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും വെള്ളത്തിൽ മുക്കി തിരിച്ച് പോവാണ്. ഇതുവരെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. നമുക്കത് ഫുട്ടേജ് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ബാക്കി കാര്യങ്ങൾ എന്തായാലും. അപ്പോൾ വലിയ ചാണകത്തിൽ ചവിട്ടി കോപ്പ്, അപ്പോൾ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. എന്തായാലും വെള്ളത്തിൽ മുക്കിയിട്ട് ഇവിടെ ചെറിയ ചെറിയ പൊടിമീനുണ്ട്, അതിന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്യാമറയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇതുവരെ ഒരു കുഴപ്പവും ക്യാമറയ്ക്കില്ല. അപ്പോൾ അത് വാട്ടർ ടെസ്റ്റും ചെയ്തു, സ്ലോ മോഷൻ ടെസ്റ്റ് ചെയ്തു, സ്റ്റെബിലൈസേഷൻ ചെയ്തു, വീഡിയോ ക്വാളിറ്റി നോക്കി, അപ്പോൾ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഒരു അടിപൊളി ക്യാമറയാണ് എന്തായാലും. പിന്നെ ഈ ഒരു ക്യാമറയിലായിരിക്കും നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഇനി ഫുള്ള് ക്യാമറയിലായിരിക്കും, ഈ ഒരു ക്യാമറയിലായിരിക്കും വ്ളോഗും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ക്യാമറ ടെസ്റ്റും കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ക്യാമറ ഹെൽമെറ്റിൽ ഇതുവരെ മൗണ്ട് ചെയ്തില്ല, കാരണം ഹെൽമെറ്റിൽ ചെറുതായിട്ട് എന്താണ് ചിന്നിൻ്റെ ആ ഭാഗത്ത് ചെറുതായിട്ടൊരു കയറുണ്ട്, അതുകൊണ്ട് അത് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ MC വെച്ച് ഒട്ടിക്കണം, അല്ലെങ്കിൽ വേറൊരു സാധനം കിട്ടും ഹെൽമെറ്റിൽ ഗോപ്രോ മൗണ്ട് ചെയ്യാൻ പാകത്തിന് വേറൊരു സാധനം കിട്ടും, അത് മേടിച്ചാൽ മതി. അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. നിങ്ങളെല്ലാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഗോപ്രോ ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്ലോ മോഷൻ, സ്റ്റെബിലൈസേഷൻ, വാട്ടർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വ്ളോഗൊക്കെ നമ്മുടെ ഈ ഒരു ഗോപ്രോ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനിയുള്ള എല്ലാ വ്ളോഗും ഈ ഒരു ഗോപ്രോ തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ട്രിപ്പും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.